നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയെങ്കിൽ ഗംഗ എന്തിനാ പുറകെ പോയി രക്ഷിച്ചത്? അത് ഒരാൾക്ക് ആപത്ത് സംഭവിച്ച നമ്മളെ കൊണ്ട് സഹായിക്കാൻ സാധിക്കെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? എന്നിട്ട് ശ്രേയൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അവരെപ്പോഴും ഗംഗയെ ഉപദ്രവിക്കാനല്ലേ നോക്കാറുള്ളൂ. ഗംഗ ശ്രേയെ രക്ഷിക്കേണ്ടായിരുന്നു. അവന്മാര് ശ്രേയെ കൊണ്ടുപോകുന്നതായിരുന്നു നല്ലത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ആർക്കാണെങ്കിലും നമ്മൾ ചെയ്യണം. പക്ഷെ ശ്രേയ എപ്പോഴും ഗംഗയോട് വഴക്കുണ്ടാക്കാറല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്തിനാ ശ്രേയെ സഹായിക്കുന്നത്? ഒരാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മൾ അയാളോട് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്താ നമ്മളോടുള്ള ദേഷ്യം കൂടുകയല്ലാതെ ഒരിക്കലും അത് കുറയില്ല. അത് കുറയണമെങ്കിൽ നമ്മൾ അയാളെ സ്നേഹിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോ നമ്മളോടുള്ള ദേഷ്യം കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ അത് സ്നേഹമായിക്കോളും. അപ്പൊ ഇനി ശ്രേയക്ക് ഗംഗയുടെ സ്നേഹമായിരിക്കും എന്നാണ് പറയുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. ശ്രേയക്ക് എപ്പോഴും ഗംഗയുടെ ദേഷ്യം മാത്രമേ ഉണ്ടാവൂ. അത് സാരില്ല, അതൊക്കെ പതിയെ മാറിക്കോളും. പക്ഷേ മാളു ഇനി ഇങ്ങനൊന്നും പറയാനും ചിന്തിക്കാനും പാടില്ല കേട്ടോ. മനസ്സിലായോ? അയ്യോ, തലയില് തൊടല്ലേ അമ്മേ. എന്തോ പറ്റി? ആ ദുഷ്ടന്മാരെന്നെ കൊല്ലാൻ നോക്കി. തലയ്ക്കെല്ലാം നല്ല വേദന ഉണ്ടമ്മേ. ഇതെല്ലാം ഗംഗയ്ക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ എന്നോർത്തിട്ട് എനിക്ക് സങ്കടം. എന്നാലും അവന്മാർക്ക് എങ്ങനെയാ മോളെ ആളിങ്ങനെ മാറിപ്പോയത്? അതൊക്കെ വലിയ കഥയമ്മേ. പിന്നെ എപ്പോഴെങ്കിലും ഞാനത് പറയാം. നീയും നകലും കൂടിയല്ലേ എല്ലാം പ്ലാൻ ചെയ്തത്. എന്നിട്ട് അവൻ ഇതേക്കുറിച്ചൊന്നും അറിയില്ലെന്നും തട്ടിക്കൊണ്ടു പോയവരെ അവന് പരിചയമില്ലെന്നും പറഞ്ഞ എന്താ? അതൊക്കെ അവൻ വെറുതെ പറഞ്ഞതായിരിക്കും. അല്ലെന്നേ, അവൻ ഗംഗയെ കൊണ്ടുപോകാൻ ഏതോ ബോംബെക്കാരെ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞേ. അവരെ ഇനി അവന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞു. അവൻ ഇവിടെ ഉള്ളപ്പോഴാ നിന്നെ തട്ടിക്കൊണ്ടുപോയവര് വിളിച്ചതും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതും. ഓഹോ, അപ്പൊ നകുലിനും ഇതില് പങ്കുണ്ടാവും. അവൻ ആള് മാറിയെന്നറിഞ്ഞപ്പോ എന്നെ വെച്ച് 10 ലക്ഷം രൂപ അടിച്ചെടുക്കാൻ നോക്കിയതാവും. അയ്യോ, ആണോ? എന്നിട്ട് അവൻ എന്റെ നാത്തുവിന്റെ മുന്നിൽ എന്തൊരു അഭിനയായിരുന്നെന്നറിയോ? ഒന്നും അറിയാത്ത പോലെ ആയിരുന്നു അവന്റെ പെരുമാറ്റം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.